ആസിക്ക എടുക്കാം അങ്ങാടിക്ക് ഇജാ കടയിൽ നിന്ന് പോയി തുറന്നാ അല്ലാതെ അടച്ചിട്ടേക്കുക പാടത്താണ് ഈ പണിക്കാരും ഉണ്ട്. ഞാൻ എന്താ നോക്കുക? അവർ ചങ്ങായിമാര് കാത്തിക്കണ്ടേ? ഏത് ചങ്ങായിമാര്? ഇങ്ങനെ ചങ്ങായിമാരെ പറഞ്ഞ അങ്ങാ നടന്നാ മതിയോ? നിങ്ങളവര് ഒരു പണിക്കുന്ന സ്വയം പോവാ അതുമില്ല. എന്നാ എന്റെ നമ്മളെ പണി എന്തെങ്കിലും എടുക്കുക അതും ചെയ്യില്ല. നേരത്തെ കാലത്ത് തിന്നാഞ്ചൊരു കയറിയിട്ടുണ്ടല്ലോ. എങ്ങട്ടേല് ഇറങ്ങിയാലും അങ്ങോട്ട് തുടങ്ങിക്കോളും. എവിടൊക്കെ ഒരു വൈക്കിറങ്ങാൻ പറ്റും. അല്ല നല്ല ലാഭമുള്ള പരിപാടിയാണത്. അതിനാകെ 15 ലക്ഷം മതിയല്ലോ. മതി ആയിക്കോട്ടെ, എന്നാ ശരി. ആ ശരി ശരി. ഈ ആഷിഖിനാണെങ്കിൽ കാണാനുമില്ല. അപ്പൊ വന്നപ്പോ ചായ കുടിക്കുന്നു. 5ന്റെ പൈസയാണ് കജ്ജിലില്ല. ആ എവിടെ ചങ്ങായി എത്ര ഞാൻ നേരായി കാത്തിക്കണേ. അവിടെ വാതിക്ക് വന്ന് നിക്കല്ലേ? ആര്? തണ്ടപ്പടിയുടെ എന്തെന്നിട്ട് മൂപ്പരിങ്ങനെ രാവിലെ തന്നെ ഇറങ്ങുമ്പോ പണിക്ക് വെക്കൂടെ? കടയിൽ പോയിരുന്നൂടെ? എല്ലായിടത്തും തന്നെയുള്ള അവസ്ഥ. നമ്മളോട് തന്നെ നേരം വിളിക്കുമ്പോ പറയും പാടത്തേക്ക് പോയിക്കോ, അങ്ങോട്ട് പോയിക്കോ, അങ്ങോട്ട് പോയിക്കാറുണ്ട്. ഒരു തൊയിലുമല്ല. നമ്മളെ വൈബ് പറഞ്ഞ മൂപ്പർക്ക് മനസ്സിലാവും. പഴയ ആൾക്കാരല്ലേ, ഫുള്ള് തന്ത വൈബ്. അല്ല അതൊക്കെ പോട്ടെ, ഒരു ചായ എടുക്കാൻ കുഴപ്പമുണ്ടോ? 5 പൈസ അല്ലേ കയ്യില്. ഞാനിപ്പോ എത്തിയിട്ടല്ലേ ഉള്ള. ഇതൊന്ന് അടങ്ങ്. കൊറേ നേരമായി ഇങ്ങനെ ഇരിക്കണേ, അതാണ്. ഇത് രാവിലെ പോരല്ലേ ഇവിടെ വായി നോക്കി എടുക്കാൻ? ഒരു കന്ന് ബൈക്കലും കൂടി ചയറ്റം ഇട്ട് കൊടുത്തിട്ടില്ല. ഇത് നേരത്തെ നേരത്തോട് വരേണ്ടി തിന്നാനെ. അപ്പൊ ഞാൻ പറഞ്ഞ കോലം രണ്ടാളും രണ്ടിലെ രാവിലെ തന്നെ എന്റെ പിന്നാലെ കൂടിയിരിക്കണേ. സൗകര്യമില്ല. അങ്ങാടിക്ക് ഇറങ്ങിയാല് പിന്നാലെ നോമ്പായിട്ട് എന്നെ കണ്ടിട്ടല്ലോ. ഇന്നൊരു കാര്യം ഉണ്ടായിക്ക. എന്ത്? ഞാൻ പെരേന്ന് ഇറങ്ങുമ്പോ തന്നെ ഇപ്പൊ രാവിലെ തന്നെ പണിക്കോണില്ല, പശുവിനെ തീറ്റിക്കണില്ല, ഓരോന്നും ഇങ്ങനെ പറയും. ഞാൻ അതൊന്നും മൈൻഡും ചെയ്യലില്ല, വകയും വെക്കലില്ല. പക്ഷെ ഞാൻ അങ്ങാടിന്ന് ഒരു മനുഷ്യനെ കണ്ടു. എന്റെ കണ്ണ് നിറഞ്ഞു. ഹലോ, നല്ല അത്തറുണ്ട് കേട്ടോ. ഓയ് അത്തറുവാണോ? ഹലോ, ആ ഇവിടെ ആളുണ്ടോ? ഇതാക്കണേ, നല്ല നല്ല അത്തറുണ്ട്, വിലപ്പാകം ഉണ്ടാവും. എന്താ പിന്നെ വില? ഏതാ വേണ്ടിയ? ഒക്കെ 50 റുപ്യ. ഇതിന്ന് എടുത്തോളി, നിങ്ങൾക്ക് വേണ്ടി എടുത്തോളി. നല്ല മണ കേട്ടോ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. 100 റുപ്യ. ആ ആയിക്കോട്ടെ. എന്നാ ആയിക്കോട്ടെ കേട്ടോ, സന്തോഷം. ആ ആയിക്കോട്ടെ, ഒന്ന് മതില്ലേ? ആ ആയിക്കോട്ടെ, എന്നാ കാണട്ടോ. എന്തേ? എനിക്കൊന്ന് അപ്പുറത്ത് പോണ്ടി. അങ്ങോട്ടോ? ആ എന്നാ പോരി. എത്തിയോ? ഇവിടെ തണുപ്പും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ടത്? ഇപ്പൊ പുള്ളിക്കാണ് എത്തേണ്ടതേ. പുള്ളിക്ക് നോൻപ് പുള്ളിക്ക് ഇപ്പൊ വണ്ടിയൊന്നും ഇല്ലല്ലോ. ആ അത് ഏതേലൊക്കെ വണ്ടി കിട്ടിക്കോളൂ. നോക്കാം നമുക്ക് ഏതെങ്കിലും വണ്ടി വരികയാണെങ്കിൽ ഞാൻ കജാട്ടി കയറ്റി തരാം കേട്ടോ. ആ എന്നാ വലിയ ഉപകാരം. ആ നിക്കി കേട്ടോ. ഒരു വണ്ടി വരുന്നുണ്ട്, അത് കജാട്ടി നോക്കട്ടെ. ആ നോക്കി നിങ്ങളെ കേട്ടോ. ഞാൻ കരളായിക്കാണേ. എന്നാ മൂപ്പരൊന്ന് പുള്ളിയിൽ ഇറക്കി കൊടുക്കോ? പുള്ളിയിലോ? ആ കയറിക്കോ. ആ എന്നാ ഇപ്പൊ കയറിക്കോളി കേട്ടോ. ആ എവിടെ? വേണ്ട വേണ്ട. ആ അപ്പൊ റെഡി ആയിക്കണ്. ഞാൻ പോയിട്ടോ. അസ്സലാമു അലൈക്കും. ആ വലിയ ഉപകാരം. എന്തൊക്കെ നിങ്ങളെ പേര്? പേര് സുലൈമാന്. പുള്ളിയില് എവിടെ വീട്? പുള്ളിയില് നമ്മളെ പള്ളി ഉണ്ടല്ലോ, ജുമാഅത്ത് പള്ളി, അതിന്റെ ബാക്കിലാണ്. ഈ നേരം ആവോ കച്ചവടമൊക്കെ കഴിയുമ്പോ? ആ ഞാന് സാധാരണ രാത്രിക്കാണ് പോകല്. നടക്കണ്ടോ? ആ അങ്ങനെ കുഴപ്പമില്ല. ഈ നോൽപ്പൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ പോകും. പള്ളി റോഡ് എത്തിക്കണേ. എത്തിയോ? എന്നാ ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. ഞാൻ അങ്ങോട്ട് ആക്കി തരണോ? ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ലേ.
ഇവിടെ എത്തിയാലോ? എനിക്കും കുറച്ച് അർജന്റ് ഉണ്ട്. ആയിക്കോട്ടെ, നിങ്ങൾ പോയിക്കോളി. വണ്ടി പഞ്ചറായിട്ട് അതിന്റെ വണ്ടി കൊണ്ടുവന്ന തന്നെ ആക്കി തരും. അതൊന്നും കുഴപ്പമില്ലേ. ഇന്ന് ഞാൻ പോയിട്ടോ. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. അസ്സലാമലൈക്കും. കാക്ക ഒരു മിനിറ്റ്. എന്തേ ചോദിക്കണുണ്ടൊന്നും വിചാരിക്കരുത്. പറഞ്ഞോളി. നിങ്ങൾ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ അത്ര മിനിറ്റ് കിടന്ന് ഇടങ്ങേറാണേലേറെ നിങ്ങൾക്ക് വീട്ടിൽ വേറെ ആരും ഇല്ലേ? പടച്ചോനെ, 3 കാരണന്മാരുണ്ട് മോനെ. ഓലൊക്കെ നല്ല നിലയിലാ. ഓലുമാണ് ഇഞ്ഞ പൊന്നുപോലെ നോക്കും. ഇഞ്ഞോട് പണിക്കൊന്നും പോണ്ടാന്ന് പറഞ്ഞതാ. എനിക്ക് പെണ്ണുങ്ങളും 2 കുട്ടികളുമാണല്ലോ. ഓലെ നമ്മളെ അധ്വാനിച്ച് കൊണ്ടുപോയി തിന്നാൻ കൊടുക്കണ ആ സന്തോഷവും സുഖമൊന്നും വേറെ ഒന്നിനും കിട്ടൂല മോനെ. പോരാഞ്ഞിട്ട് ഇഞ്ച കജ്ജിനും കാലിനും ആരോഗ്യത്തിനൊന്നും ഒരു കേടുമില്ല. അച്ഛനെ വരെ എന്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും ഞാൻ തന്നെ അധ്വാനിച്ച് പോറ്റണം എന്ന് അഞ്ച പൂതി. എന്നാ ഞാൻ പോട്ടെ കുട്ടിയെ. ശരി. അസ്സലാമലൈക്കും. അലൈഹിസ്സലാം. ആശിക, റസൂൽ എന്താ പറഞ്ഞിട്ടുണ്ടെന്നറിയോ? നമ്മൾ കഴിക്കുന്നതിൽ ഏറ്റവും നല്ല ഭക്ഷണം ഏതാണെന്നറിയോ? അത് നമ്മൾ അധ്വാനിച്ച് കഴിക്കുന്ന ഭക്ഷണമാണ്. ഇതിലും ഒരു ചരിത്രം തന്നെ നമ്മളിൽ പറയുന്നുണ്ട്. സ്വഹാബാക്കളുടെ കാലത്ത് ഇപ്പൊ ഇവിടെ നടക്കുന്നത് എന്താണെന്നറിയാം? ഈ വാപ്പാർക്ക് കുറച്ച് സ്വത്ത് മുതലൊക്കെ ഉണ്ടാവും. അപ്പോ ഈ സ്വത്ത് മുതലിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് അധ്വാനിക്കാൻ പറഞ്ഞ മക്കൾ കേൾക്കൂല. അവരൊന്ന് സഹായിക്കാനോ വാപ്പാരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ ഒന്നും ചെയ്യില്ല. അപ്പൊ നിന്റെ പോലെ തന്നെ കഥ. പിന്നെ എന്താ ഉണ്ടാവുക അന്നേരം? പിന്നെ വാപ്പാന്റെ കാലം കഴിഞ്ഞിട്ട് നോക്കാം, വാപ്പാന്റെ കാലം കഴിഞ്ഞിട്ട് ചെയ്യാൻ അധ്വാനിക്കാന്നൊക്കെ അവർ പറയും. ലാസ്റ്റ് വാപ്പ അങ്ങോട്ട് മരിച്ചു പോകും. പിന്നെ ഇവർക്ക് ഇത് അധ്വാനിക്കാനോ ഒന്ന് ഇത് ചെയ്യാനോ ഒന്നും അറിയില്ല. കാരണം എന്താ വെച്ചാൽ ഇവരത് ശീലിച്ചിട്ടില്ല. ലാസ്റ്റ് എന്ത് ചെയ്യും? ഇതിന്ന് എടുത്ത് കുറച്ച് എടുത്ത് വിൽക്കാൻ തുടങ്ങും. അത് വിറ്റ് ലാസ്റ്റ് എല്ലാം തീരും. ലാസ്റ്റ് എന്താ? ഒന്നുമില്ലാതെ വഴിയാകാരം. ലാസ്റ്റ് സ്വന്തം മക്കള് മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരും. അസ്തഗ്ഫിറുല്ലാ, പടച്ചോൻ കാക്കട്ടെ. ഇല്ലേ പേർക്ക, ഞാൻ മൂപ്പരെ കണ്ടെങ്ങാണ്ട് വന്നിട്ട് നിങ്ങൾ പറഞ്ഞതും കൂടി കേട്ടപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഞാൻ എല്ലാത്തിനും എന്റെ ഉപ്പാന്റെ കൂടെ ഉണ്ടാവും. നമുക്ക് ഇത്രയും കാലം പണിക്ക് പോകാൻ ഇതിനൊന്നും തോന്നാത്ത തന്നെ കണ്ണ് കാണാത്ത ഒരാള് നിന്റെ കണ്ണ് തുറപ്പിച്ചില്ല. എന്നാ ഞാൻ പോട്ടേക്കാം. ശരി എന്നാ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം.